ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. സോ കുറച്ച് കാലമായി നമ്മൾ വീഡിയോ കേട്ടിട്ട് കാരണം പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ടാണ്. സോ അതൊക്കെ കളയാൻ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ കുറച്ച് പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 10K ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോൺസിൻ്റെ വീഡിയോ ഇടാവുന്നു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 10,000 rupees ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ളൊക്കെ ഇടുക, പിന്നെ ഇൻസ്റ്റാഗ്രാമും ആരെങ്കിലുമൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് പോരടിപ്പിക്കുക, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്, വിവോ T4 Lite. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു വിവോയുടെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു നല്ല ഒരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.74 ഇഞ്ചസിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് ഇവിടെ കിട്ടുന്നുള്ളൂ. പിന്നെ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ്, അപ്പോൾ അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയാടെക്കിൻ്റെ Dimensity 6300 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് 2 MP ഒരു ഡെപ്ത് ഷൂട്ടറും പിന്നെ 5 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 1080p 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ച് ഈ ഒരു സാധനത്തിൽ കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ഒരു EM ബാറ്ററി ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ 15 watts ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് 115 വരുന്നത്. IP64 സർട്ടിഫിക്കേഷനെ കൊണ്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. LPDDR4X UFS 2.2 ആണ് വരുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു നല്ല ഒരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ, വിവോയുടെ ഒരു സ്മാർട്ട് ഫോൺ അതൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിവോ T4 Liteൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 4+64GB ROM വേരിയൻറ്റ് 9,999 ആണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി അൺഅവൈലബിൾ ആണ്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അത് നോക്കുക. 4+128GB ROM വേരിയൻറ്റ് 10,499 rupees വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെതാണ്, സാംസങ് ഗാലക്സി M16 5G. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു നല്ല പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിൻ്റെ Full HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് ഇവിടെ കിട്ടുന്നുള്ളൂ, 120 Hz ഒന്നും കിട്ടില്ല, 90 Hz ആണ് വരുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയാടെക്കിൻ്റെ Dimensity 6300 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ ഈ ഒരു സാധനത്തിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് 50 MP പ്ലസ് 2 MP എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെൻറ്റ്സ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെയാണ് വരുന്നത്. 13 MP സെൽഫി ക്യാമറയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് മാക്സിമം Full HD 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സാധനത്തിലും കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 25 watts ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് 114 വരുന്നത്. LPDDR4X UFS 2.2 ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേയിലാണ് വരുന്നത്. ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 4+128GB ROM വേരിയൻറ്റ് 12,490 രൂപയ്ക്കാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 11,490 രൂപയ്ക്ക് വാങ്ങാവുന്നതാണ്. എനിക്കറിയാം 10,000 rupees അല്പം മേളിലാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺസ് ഒക്കെ പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഓപ്പോയുടെ K13X നോക്കാവുന്നതാണ്. ഈ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡായ ലാവയുടെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ലാവ സ്റ്റോം പ്ലേ നോക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇൻഫിനിക്സിൻ്റെതാണ്, ഇൻഫിനിക്സ് നോട്ട് 50X. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. ഒരു കിടിലം പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്, 90 Hz അല്ല, 120 Hz ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മീഡിയാടെക്കിൻ്റെ Dimensity 7300 അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ ഈ ഒരു സാധനത്തിലും കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 MP ഒരു സെൽഫി ക്യാമറയും. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 45 watts ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് 115 വരുന്നത്. പിന്നെ IP64 റേറ്റിംഗ് ഒക്കെയാണ് കിട്ടുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. സോ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 6+128GB ROM വേരിയൻറ്റ് 11,999 ആണ് വരുന്നത്. പിന്നെ ഓഫേഴ്സൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം 11,399 rupees വാങ്ങാവുന്നതാണ്. എനിക്കറിയാം 10,000 rupees അല്പം മുകളിലാണ്. സോ കുറച്ചൊന്ന് ബഡ്ജറ്റ് കൂട്ടാൻ പറ്റുമെങ്കിൽ ഈ ഒരു സാധനം നോക്കാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, മോട്ടോ G35.
സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hz ഫുൾ HD പ്ലസ് LTPS LCD ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ യൂണിസോക്കിൻ്റെ T760 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഒക്കെ ഈ ഒരു സാധനത്തിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഒരു 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സാധനത്തിൽ കിട്ടും. സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 18 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. സോ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ 4+ 120GB ROM വേരിയൻറ്റ് 9999 ആണ് വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്, പോക്കോ M7 Plus. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു പോക്കോയുടെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. ഇതുപോലത്തെ ഒരു കിടിലം ലുക്കിലൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസിലേക്ക് വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 144 Hz 6.9 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 144 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്, 120 Hz അല്ല. പിന്നെ 815 Hz ബ്രൈറ്റ്നസ് ഒക്കെയാണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 6S Gen 3 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് ഒക്കെ ഈ ഒരു സാധനത്തിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഒരു 2 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 1080p 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7000 mAh ഒരു M1 ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 33 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 115 വരുന്നത്. LPDDR4X UFS 2.2 ആണ് വരുന്നത്. പിന്നെ നമ്മുടെ IP64 റേറ്റിംഗ് ഒക്കെയാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. ഒരു കിടിലം പെർഫോമൻസും നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ 4+ 128GB ROM വേരിയൻറ്റ് 11,999 ആണ് വരുന്നത്. പിന്നെ ഓഫേഴ്സൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം 9,999 വാങ്ങാവുന്നതാണ്. എനിക്കറിയാം 10,000 റുപ്പീസിന് കുറച്ച് മേളിലാണ്. സോ കുറച്ചും കൂടെ ഒന്ന് ബഡ്ജറ്റ് കൂട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോക്കോ M7 Plus പരിഗണിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഫോൺസ് ഒക്കെ നോക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് 10,000 റുപ്പീസ് ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.